സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷം പരിസമാപ്തിയിലേക്ക്. തിരുവനന്തപുരത്ത് നടക്കുന്ന സമാപന ഘോഷയാത്ര ഗവർണർ ഫ്ളാഗ് ഓഫ് ചെയ്തു. വിവിധ ഫ്ലോട്ടുകൾ ഘോഷയാത്രയിൽ അണിനിരന്നു. വിവിധ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന കലാരൂപങ്ങൾ, ദൃശ്യാവിഷ്കാരങ്ങളും പരിപാടിയുടെ ഭാഗമായി. ഷിജോ കുര്യൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷിജോ, അങ്ങനെ ഓണാഘോഷങ്ങൾക്ക് പരിസമാപ്തിയാവുകയാണ്. എന്താണ് അവിടുത്തെ കാഴ്ചകൾ? സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. തിരുവനന്തപുരത്ത് നടക്കുന്ന സമാപന ഘോഷയാത്ര ഗവർണറാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷിജോ, അവിടുത്തെ കാഴ്ചകൾ പങ്കുവയ്ക്കൂ. ഓണാഘോഷത്തിന് ഔദ്യോഗിക കൊടിയിറക്കമാവുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷ സമാപന ഘോഷയാത്രയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് ഈ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തത്. ഇപ്പോൾ നിശ്ചല ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷിജോ, കേൾക്കാമെന്നാണ് കരുതുന്നത്. ഇത്തവണത്തെ ഓണം അങ്ങനെ ഓണാഘോഷം അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഘോഷയാത്രയൊക്കെ എവിടെ എത്തി? ഘോഷയാത്ര അതിൻ്റെ അവസാന സ്ഥലത്തേക്ക് എത്തുകയാണ്. ഈ കിഴക്കേക്കോട്ടയിലാണ് സമാപിക്കുന്നത്. ഫ്ലോട്ടുകൾ അല്പം വേഗത്തിൽ തന്നെയാണ് പോകുന്നത്. കൃത്യം 4 മണിക്ക് തന്നെ തുടങ്ങിയ ഘോഷയാത്ര ഇപ്പോൾ ഏതാണ്ട് 6:30 അടുത്തിട്ടും സമാപനത്തിലേക്ക് എത്തിയിട്ടില്ല. ഇനിയും ഏതാണ്ട് പകുതിയിലേറെ ഫ്ലോട്ടുകൾ സമാപനത്തിലേക്ക് കിഴക്കേക്കോട്ടയിലേക്ക് എത്താനായിട്ടുണ്ട്. ആയിരക്കണക്കിന് കാണികൾ ഇത് കാണുന്നതിനായിട്ട് റോഡിന്റെ ഇരുവശത്തും തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ്. എല്ലാ ക്രമീകരണവും പോലീസ് അധികൃതർ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 60 ഫ്ലോട്ടുകളാണ് കടന്നു പോകേണ്ടത്. 30 ഫ്ലോട്ടുകൾ മാത്രമാണ് ഇപ്പോൾ പാളയം പിന്നിട്ടിട്ടുള്ളത്. കിഴക്കേക്കോട്ടയിലാണ് ഫ്ലോട്ടുകളുടെ സമാപനം. വിവിധ വകുപ്പുകളുടെ ഫ്ലോട്ടുകൾ ഇപ്പോൾ കടന്നു പോകുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത്. മുമ്പെങ്ങും കാണാനാകാത്ത വിധം വലിയ തരത്തിലുള്ള ആഘോഷ പരിപാടികളാണ് ഇക്കുറി സംസ്ഥാന സർക്കാർ ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായിട്ട് തയ്യാറാക്കിയത്. 3-ാം തീയതി തുടങ്ങിയ സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷം ഇന്നുകൊണ്ട് സമാപിക്കുകയാണ്. മുൻ വർഷങ്ങളിൽ ഇല്ലാത്തതുപോലെയുള്ള കളർഫുള്ളായിട്ടുള്ള വൈബായിട്ടുള്ള ഒരു ഓണാഘോഷം തന്നെയാണ് ഇക്കുറി സംഘടിപ്പിച്ചിരിക്കുന്നത്. 91 കലാരൂപങ്ങൾ ഈ ഘോഷയാത്രയുടെ ഭാഗമായിട്ട് അണിനിരത്തിയിട്ടുണ്ട്. 91 കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നത് 1000-ഓളം കലാകാരന്മാരാണ്. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ കേരളത്തിന്റെ ഓണാഘോഷത്തിന്റെ സമാപനത്തിന്റെ ഭാഗമാകുന്നുണ്ട്. അമൃത. ഷിജോ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്. സ്വർണത്തിന് പൊള്ളുന്ന വില.